നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിലെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് തന്നെ ഇതാ മാറിയിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. സത്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാടുകളും ചിന്താഗതികളും മാറിയിട്ടുണ്ടോ? ഇതാണ് നമ്മൾ വളരെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് ഈ വ്യക്തിയിൽ നിന്നും ഏറ്റവും കൂടുതലും ലഭിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം ക്ഷമാശീലം തന്നെയാണ്. നിങ്ങളിലേക്കുള്ള കുതിച്ചുയർച്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുമായി പുതിയൊരു ജീവിതം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴായിരിക്കുന്ന ജീവിതം എന്തുമായിക്കൊള്ളട്ടെ, അതിൽ നിന്നും എന്നേക്കുമായി പുറത്തേക്ക് വന്ന് ഈ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള രീതിയിലാണ് ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒറ്റക്കുള്ള ജീവിതം മടുപ്പായിരിക്കുന്നു. ഈ വ്യക്തിയുടെ കൂടെ ഇനിയിപ്പോൾ ആരൊക്കെ ഉണ്ട്, ആരുടെയൊക്കെ സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങളില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് വെളിച്ചമില്ലാത്ത ഒരു വിളക്ക് പോലെയാണ്. ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. സ്വന്തമെന്ന് പറയാനും അഭിമാനത്തോടെ പറയാനും വിലയേറിയ വസ്തുക്കൾ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നിങ്ങളില്ലാത്തത് കൊണ്ട് ഈ വ്യക്തിക്ക് ജീവിതം തന്നെ മടുപ്പായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളോടുള്ള ചുറ്റുപാടും അതുപോലെ കാഴ്ചപ്പാടും മാറിക്കൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ വളരെ വ്യക്തമായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഈ വ്യക്തി അത്രയും സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെ ഓർക്കുന്നത്. നിങ്ങളുമായി എപ്പോഴും ഒരു ചെറിയ കുട്ടി തൻ്റെ അമ്മയെ അനുസരിക്കുന്നത് പോലെയാണ് ഈ വ്യക്തി നിങ്ങളെ അനുസരിക്കുന്നത്. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുകയും അതെല്ലാം ക്ഷമയോടുകൂടി കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലത്തിലേക്കാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ വ്യക്തി സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രായം കൊണ്ടുമൊക്കെ ജീവിത സാഹചര്യം കൊണ്ടുമൊക്കെ കുറച്ചധികം മെച്ചുവേർഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പക്വതയോടുകൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ തൻ്റെ അമ്മയുടെ അടുത്ത് കുഞ്ഞു വരുന്നത് പോലെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കംഫർട്ടബിൾ സോണാണ് ഈ വ്യക്തിക്ക് നിങ്ങളുമായി തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് എന്തും പ്രകടിപ്പിക്കാം. ദേഷ്യമായാലും വാശിയും സ്നേഹവും എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് ഈ വ്യക്തി തീർച്ചയായിട്ടും വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടി എടുക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ അടുത്ത് അത്രയും സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളുടെ അടുത്ത് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവും ഈ വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുമായി ഇണങ്ങുകയും പിണങ്ങുകയും വാശി പിടിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് തന്നെ പരിപൂർണമായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാഴ്ചപ്പാട് മാറുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ വിട്ടുപോകാനോ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനോ തയ്യാറല്ല. ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കില്ല. സ്നേഹത്തിന്റെ കാര്യത്തിൽ സ്നേഹം നിറഞ്ഞു ഒഴുകുന്നത് നിങ്ങളിലൂടെ മാത്രമാണ്. മറ്റെല്ലാവരിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് കേവലം അവരുടെ കാര്യം നടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തുവായിട്ട് മാത്രമാണ് മറ്റുള്ളവർ ഈ വ്യക്തിയെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ വ്യക്തിയോട് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് നന്നായി അറിയാം എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് അറിയാം മറ്റുള്ളവരുടെ സ്വഭാവം, മറ്റുള്ളവരെങ്ങനെയാണെന്നും നിങ്ങൾ എങ്ങനെയാണെന്നും ഉള്ളത്. ഈ അടുത്ത് തന്നെ 2 ആഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തോടെയോ ഒക്കെ ആണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് വീണ്ടും ചതിയും വഞ്ചനയും നിറഞ്ഞിട്ടുള്ള ഒരു രീതികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും അറിയാത്ത വ്യക്തികളിൽ നിന്നും തന്നെയാണ്. പക്ഷെ അവരുമായി കൂട്ടുകൂടുന്നത് അവർ തീർത്തും അവരുടെ വ്യക്തിപരമായിട്ടുള്ള സുഖങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ വ്യക്തിയെ അതിനെ കരുവാക്കുന്നു.
അതിനനുസരിച്ച് ഈ വ്യക്തിയെ ഉപയോഗിക്കുന്നു. ഇത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ വളരെയധികം ഊട്ടിയുറപ്പിച്ചു നിൽക്കുന്ന ഊർജങ്ങളാണ്. ഇവിടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ മറ്റാരുടെയും പേര് ഈ വ്യക്തിക്ക് ഉച്ചരിക്കുവാൻ സാധിക്കുകയില്ല. ആദ്യമൊക്കെ വളരെ തെറ്റിദ്ധാരണയോട് കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി വന്നതെങ്കിൽ പോലും ഈ വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാധാന്യം. നിങ്ങളിലേക്ക് എങ്ങനെയൊക്കെ തിരിച്ചു വരാം എന്നുള്ള ചിന്താഗതിയോടുകൂടി തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. നമുക്കിവിടെ വളരെ പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സാക്ഷി ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല എന്നുള്ളതാണ്. പലവരുടെയും മനസ്സുകൾ തമ്മിലായിരിക്കും കോർത്തിണങ്ങിയിരിക്കുന്നത്. ചിലവരുടെ ശരീരാകർഷണമോ അത്തരം ഒരു ആശ്വാസമോ ആയിരിക്കാം, മറ്റു ചിലവരുടെ സ്വഭാവ രീതിയുമായിരിക്കാം. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ കോർത്തിണക്കി നിൽക്കുന്നത് ഈ വ്യക്തിയുടെ ഹൃദയം, അതായത് മനസാക്ഷിയും നിങ്ങളും തമ്മിലാണ്. മനസാക്ഷിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കോർത്തിണക്കിയുള്ള ബന്ധം അതൊരിക്കലും ഈ വ്യക്തിക്ക് മറന്നു കളയാനാകില്ല. നിങ്ങളെ മറന്നുകൊണ്ടോ വേണ്ടാന്ന് വെച്ചുകൊണ്ടോ നിങ്ങളെ മറികടന്നുകൊണ്ടോ വേറൊരു ബന്ധത്തിലോട്ടൊക്കെ പോവാൻ തീരുമാനിച്ചാൽ ഒരിക്കലും ഈ വ്യക്തിയുടെ മനസ്സും അതുപോലെ മനസാക്ഷിയും അനുവദിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ നിങ്ങളുടെ പ്രാധാന്യത്തിലൂടെ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലൊരു ജീവിതം ലഭിക്കണമെങ്കിൽ, ജീവിതം പരിപൂർണതയിലേക്ക് വരണമെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളിലൂടെ മാത്രമായിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ്, തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് എന്നും നന്ദി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ നന്ദി മാത്രം ഈ വ്യക്തിക്ക് പറയാനുള്ളൂ. ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുമായി എത്രയോ പ്രാവശ്യം നല്ലൊരു കുടുംബത്തെക്കുറിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതത്തെ തന്നെയാണ് ഈ വ്യക്തി അന്നുമെന്നും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുട്ട് നിറഞ്ഞ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി വന്നിട്ടുള്ളത് നിങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങളിലൂടെ തന്നെ ഈ വ്യക്തിയുടെ തലമുറ ഉണ്ടാകണം എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിക്കുള്ളത്. അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാശിയേറിയ ആഗ്രഹം തന്നെയാണ്. ഇതൊരിക്കലും അനാവശ്യമായിട്ടുള്ളൊരു ആഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ തീരുമാനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൽ ഉറച്ചു നിൽക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ചില രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിൽ വന്നു പോകുന്നുണ്ട്, സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിലേക്കൊന്നും വഴുതി വീഴാതെ ഉറപ്പായും നിങ്ങൾക്ക് അത് കത്തിജ്വലിച്ചുകൊണ്ട് തന്നെ ഈ പ്രണയബന്ധത്തിലേക്ക് മുന്നോട്ട് പോകാം. കാരണം ഇത് കുറച്ച് സാഹസികത നിറഞ്ഞ ഒരു പ്രണയബന്ധം കൂടിയാണ്. പക്ഷെ നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകും, നിങ്ങളും ഈ വ്യക്തിയുടെ കൂടെ നിന്നുകൊണ്ട് പൊരുതും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് നന്നായി തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് പരിപൂർണമായിട്ടും മാറി വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഊർജത്തിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ പോലും പുസ്തകത്തിൻ്റെ ഓരോ പേജും മറിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ എന്ന് പറയുന്നത് പോലെ മുന്നോട്ട് ഓരോ ദിവസവും കഴിയും തോറും നിങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഈ വ്യക്തിക്ക് ഊട്ടി ഉറപ്പിക്കാനായി സാധിക്കും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം എത്ര ദൃഢമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള തുറന്നുള്ള സംസാരം അത് ഏറ്റവും ആദ്യം തുടങ്ങി വെച്ചത് ഈ വ്യക്തി തന്നെയാണ്. അത് നിങ്ങളുമായി നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുക, മനസ്സ് തുറന്ന് സ്വസ്ഥമായിട്ടുള്ളൊരു സംസാരം, അത് മനസ്സിൽ വരുന്ന വികാരങ്ങൾ എന്തൊക്കെയാണോ അതങ്ങനെ തന്നെ പുറത്ത് കാണിക്കുക. സങ്കടമായാലും വിഷമമായാലും ദേഷ്യമായാലും സന്തോഷമായാലും എന്നിങ്ങനെയുള്ള എല്ലാ ഭാവങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെ മനസാക്ഷികൾ തമ്മിലാണ് ഇവിടെ കോർത്തിണക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതിനെ ഒരിക്കലും പറിച്ചെടുക്കുവാനോ പറിച്ചു നടുവാനോ സാധിക്കുകയില്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക്
എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.